Hi friends, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തി നമ്മുടെ കയ്യിലുള്ള doveorchid ഉണ്ട്. doveorchid നമ്മുടെ കയ്യിൽ ഒത്തിരി പ്ലാന്റ് സെയിൽ ആയി പോയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് വീഡിയോ ഇട്ടതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത സെയിൽ ഉണ്ടാവും. ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിരിക്കുക, ആവശ്യമുള്ള ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇവിടെ കാണുന്നത്, ഇതാണ് doveorchid. doveorchid നമ്മൾ സാധാ ഗ്രൗണ്ട് ഓർച്ചിഡിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ doveorchid നിന്ന് വലിയ ബൾബൊക്കെ കാണും. കണ്ടാൽ ഞാൻ പ്ലാന്റ് കുറച്ച് അടുത്ത് വെച്ചതിൻ്റെ ഫ്ലവേഴ്സും നമ്മുടെ കയ്യിൽ വിരിഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ എല്ലാം വീഡിയോ ആഡ് ചെയ്തിരിക്കാം. അതിങ്ങനെ റിപ്പോർട്ടിങ് എങ്ങനെ ചെയ്യും, ഇതിന് നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഇതിന് നമ്മൾ ചെയ്യേണ്ട എല്ലാ കെയറും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കാം. പിന്നെ നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കിഴങ്ങും കാണും, പിന്നെ വലിയ ഓല പോലെ വലിയ ലീവ്സൊക്കെയാണ് നമ്മൾ doveorchid എന്ന് പറഞ്ഞ പ്ലാന്റിന് വരുന്നത്. പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന് കെയർ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിനെ കൊടുക്കുന്ന സെയിം കെയർ കൊടുത്താൽ മതി. ഫ്ലവറിനൊരു പ്രത്യേക മണമൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കെയറും ബാക്കി നമ്മുടെ പ്രൊപ്പഗേഷനും എല്ലാം വീഡിയോ ആഡ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് ഇപ്പോൾ കാണുന്ന ഈ ഒരു പ്ലാന്റാണ് നമ്മുടെ doveorchid എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇതിലിപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് അതിൻ്റെ ഒരു സൈഡ് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് നിന്നത്. പക്ഷേ നിന്ന സ്ഥലത്ത് കുറച്ച് ഫംഗസ് അറ്റാക്ക് ഉണ്ടായിരുന്നു, വേറെ കുറച്ച് ഗ്രൗണ്ട് ഓർച്ചിഡൊക്കെ നിന്നത്. അതുകൊണ്ടാണ് ഈ പ്ലാന്റ് നശിച്ചു പോയത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ റിപ്പോർട്ട് നമ്മൾ ഇതിൽ ഇളക്കി വീണ്ടും പിരിച്ചൊക്കെ നടാൻ വേണ്ടിയാണ് ഇനി പോകുന്നത്. നമ്മൾ ഒരു ബൾബ് വെച്ചിരുന്നതാണ്, പുതിയ ബൾബ് വന്നപ്പോൾ തന്നെ വലിയ ബൾബാണ്, നല്ല അടിപൊളി ഒരു ഉഷാറുള്ള പ്ലാന്റായിട്ട് മാറിയിട്ടുണ്ട് അത്. അപ്പോൾ ജസ്റ്റ് നമുക്കിനി ഇതിന് ഈ പ്ലാന്റിൽ നിന്ന് ഇളക്കാം. ഇത് മറ്റുള്ള ഗ്രൗണ്ട് ഓർച്ചിഡ്സ് ഒക്കെയാണ് നമ്മുടെ കയ്യിലുള്ള. ഇത് നമ്മുടെ ഈ സാധാ ഗ്രൗണ്ട് ഓർച്ചിഡൊക്കെയാണ് ബൾബ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് മറ്റത് അപേക്ഷിച്ച്. പിന്നെ ജസ്റ്റ് ബാക്കിയുള്ളതിൻ്റെ ഫ്ലവേഴ്സ് ജസ്റ്റ് ഒന്ന് കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് നമ്മൾ സാധാ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ചെറിയൊരു വൈറ്റാണിത്, പ്യൂർ വൈറ്റാണ്. പിന്നെ അത് വേറൊരു കളർ എടുത്ത് അതിൻ്റെയൊക്കെ ഇതും കുറച്ച് ഇത്തിരി വലുതാണ് കേട്ടോ. ഇപ്പോൾ കാണിച്ചൊരു വലിയ പ്ലാന്റാണിത്. പിന്നെ വേറെ കുറച്ച് ഉള്ള വെറൈറ്റി ജസ്റ്റ് കാണിച്ചു പോകുന്നതേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഒത്തിരി ദിവസം ആഗ്രഹിച്ചിരുന്നത് നമ്മുടെ വിരിഞ്ഞ് കിട്ടിയതാണ് ഈ ഡോവ്. അപ്പോൾ ഈ ഫ്ലവർ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. സാധാരണ ഉള്ള ഫ്ലവേഴ്സ് പോലെയല്ല, ഇതിന് ഫ്ലവറിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിയാൽ ഒരു പ്രാവിരിക്കുന്ന പോലെയുണ്ട്. അതുകൊണ്ടാണ് ഇതിന് doveorchid എന്നുള്ള പേരുള്ളത്. ഇത് ഗ്രൗണ്ട് ഓർച്ചിഡിൻ്റെ വെറൈറ്റിയിൽ പെട്ടൊരു ഓർക്കിഡാണ്. സാധാ ഗ്രൗണ്ട് ഓർച്ചിഡിൻ്റെ അതേ ലീവ്സാണ് വരുന്നത്. സാധാ ഗ്രൗണ്ട് ഓർക്കിഡിനേക്കാളും കുറച്ച് വ്യത്യാസമുള്ള രീതിയിലാണ്. നമ്മൾ തെങ്ങിൻ്റെ ആദ്യം വരുന്ന ലീവ്സ് പോലെയാണ് ഇത് ഏകദേശം ഇത് കണ്ട വരുന്നത് ലീവ്സ്. പിന്നെ നമുക്ക് ഫ്ലവറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാ ഓർക്കിഡും വരുന്നത് പോലെ ഒരു നല്ലൊരു നമ്മുടെ തണ്ട് വന്നതിന് ശേഷം ആ തണ്ടി നല്ല അല്പം ഒന്ന് ഹൈറ്റ് ഉണ്ട്. ഈ തണ്ട് നല്ല ഹൈറ്റ് ഉണ്ട്, ചെടിച്ചിട്ട് കാണിച്ചിട്ട് കണ്ട ഇങ്ങനെ ഇരുന്ന് ചെടിച്ചട്ടിയിൽ നിന്ന് നല്ലൊരു ഹൈറ്റ് വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ doveorchid വരുന്നത്. എന്നിട്ടാണ് ഇതിൽ ഫ്ലവറിങ് വരുന്നത്. ഫ്ലവറിങ് ഒരു കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, കുറേ നമ്മുടെ ഇവിടെ നിൽക്കുന്നുണ്ട് ഫ്ലവേഴ്സ്. ഇത് ഇത്രയും ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടെ മുകളിലോട്ട് പോകാനുണ്ട്. ഇവിടെ താഴെ നിൽക്കുന്നതിൽ നമുക്ക് 2 ഇന്ന് വിരിഞ്ഞിട്ടുണ്ട്. പ്രത്യേക മണവും കൂടെയാണ്. ഇത് കുറച്ച് കൂടെ നമ്മളെ കുറച്ച് ഒരു പിങ്ക് അല്ലെങ്കിൽ റോസ് ഷെയ്ഡും കൂടെ വരുന്നൊരു ഗ്രൗണ്ട് ഓർച്ചിഡാണ്. പിന്നെ വൈറ്റൊക്കെ നമ്മളെ കയ്യിൽ ഒത്തിരി ഉണ്ട് സെയിലിന്. അപ്പോൾ ആവശ്യമുള്ളവർ ഇത് വീഡിയോ കാണുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ഗ്രൗണ്ട് ഓർച്ചിഡ്സൊക്കെ. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. doveorchid ഈ വീഡിയോ ആഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ അപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും. ഇത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ മഞ്ഞയാണ്. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ട്. ഇത്രയും വെറൈറ്റി മാത്രമേ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. ബാക്കി നമ്മൾ കുറച്ച് ഉണ്ട്, പക്ഷേ ഫ്ലവറൊന്നും ഇപ്പോൾ ഇല്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിതിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തത്. ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി തന്നെയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഇതിൽ ലീവ്സൊക്കെ ഒരുമാതിരി ആയിപ്പോയി. പിന്നെ അതുപോലെ ഇവിടെ ഫംഗസ് നല്ല രീതിയിൽ അറ്റാക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ കിഴങ്ങിലും ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കുഞ്ഞു പ്ലാന്റിൽ നിന്ന് അതിലോട്ടും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ പ്ലാന്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് ഇതിന് എല്ലാ പ്ലാന്റിൽ നിന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഇത് കിഴങ്ങി പിടിച്ചെടുക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് തന്നെ എടുക്കണം. ഇത് അറ്റ് പോകാൻ അത്ര കുഴപ്പമില്ല. നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ അത്ര ലൂസായിട്ടൊന്നും അല്ല, ഇത്തിരി കട്ടിക്കാൻ ഇരിക്കുന്നുണ്ടോ. നല്ല വേരൊക്കെ വന്ന് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. പക്ഷേ ഉണ്ട് ആ സൈഡ് വന്നിട്ട് ചെറിയ ഫംഗസ് അറ്റാക്ക്. അപ്പോൾ ജസ്റ്റ് ഇനി റിപ്പോർട്ട് ചെയ്യണതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. അതുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യമുള്ള സംഭവം ഫംഗിസൈഡ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഫംഗിസൈഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോട്ടിലാണ് ഇരുന്നത്. അപ്പോൾ ഈ പോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്ത് വീണ്ടും ചുടുകെട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ചുടുകെട്ട് അല്ലെങ്കിൽ നമ്മൾ ഓട്ട് കഷ്ണത്തിൻ്റെ ചെടിച്ചട്ടിയൊക്കെ പൊട്ടുന്ന വേസ്റ്റ് ആയാലും മതി. അത് നല്ല രീതിയിലൊന്ന് പഴയതിരുന്നത് ഉണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ഒന്ന് ഫംഗസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ജസ്റ്റ് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഫംഗിസൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഇടാം. അപ്പോൾ ആ രീതിയിൽ ഞാൻ വാഷ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. അടുത്ത് നമ്മൾ തൊണ്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. തൊണ്ടിൻ്റെ ഒരു ലെയർ നമുക്ക് തൊണ്ട് ആഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഓട്ട് കഷ്ണം ആഡ് ചെയ്തതിന് ശേഷം അടുത്തൊരു ലെയർ തൊണ്ട് ആഡ് ചെയ്യുന്നു. തൊണ്ട് നല്ല രീതിയിൽ വെട്ടിയത് വേണം ആഡ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മൾ ഒരു തൊണ്ടിനെ തന്നെ ഒരു 3 പീസൊക്കെ ആയിട്ട് മാറ്റി ഇതുപോലെ നമ്മൾ മുറിച്ചതിന് ശേഷം ഈ ഒരു ലെവലാക്കണം. അല്ലാതെ മറ്റു രീതിയിലാണെങ്കിൽ 2 തൊണ്ടൊക്കെ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഫുള്ള് ഫില്ലായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബെറ്ററാണ്.
നമ്മൾ തൊണ്ട ആഡ് ചെയ്തതിന് ശേഷം അടുത്തൊരു ലെയർ നമ്മൾ കരിക്കട്ടയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. കരിക്കട്ടയ്ക്ക് നമ്മൾ ഇതുപോലെ കിച്ചണിലുള്ള ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് നല്ല ബെറ്ററാണത്. ഇത് ഈ ഒരു പ്ലാന്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നും കൂടെയാണ് കരിക്കട്ട. അപ്പോൾ കരിക്കട്ട കുറച്ച് നമ്മൾ ആഡ് ചെയ്യണം അടുത്തൊരു ലെയർ. ഓക്കെ, കരിക്കട്ടയുടെ കൂടെ നമ്മളടുത്ത് മുട്ടത്തോടുണ്ടെങ്കിൽ മുട്ടത്തോട്, അങ്ങനെയുള്ള കുറച്ച് വേസ്റ്റ് നമ്മൾ മുട്ടത്തോടും അതൊക്കെ കുറച്ച് ബെറ്ററാണ്. മുട്ടത്തോട് പിന്നെ നമ്മുടെ ഉള്ളിരത്തോടും അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറച്ച് മതി ഉള്ളിരത്തോടൊക്കെ ആഡ് ചെയ്യുന്നത്. കൂടുതലും മുട്ടത്തോടും മെയിനായിട്ട് ആവശ്യം മുട്ടത്തോടും നമ്മുടെ കരിക്കട്ടയുമാണ്. പിന്നെ തേയിലപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേയിലപ്പൊടിയൊക്കെ നമ്മൾ ജസ്റ്റ് ഉണക്കിയെടുത്ത് വെച്ചിട്ടുള്ള അതൊക്കെ നമുക്ക് കുറച്ചതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതൊക്കെ കുറച്ച് എമൗണ്ടാണ്. കൂടുതലും മുട്ടത്തോടും പിന്നെ കരിക്കട്ടയാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്, ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഫംഗിസൈഡ് ജസ്റ്റ് നമുക്ക് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പക്ഷേ ഇവിടെ എടുത്ത സമയത്ത് ആ ഒരു അഴുവി ഇരുന്നത് അവിടെ വെച്ച് പൊട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മളിതിലിരുന്ന പ്ലാന്റ് ജസ്റ്റ് നാലൊന്ന് പൊട്ടിപ്പോയി, നമ്മൾ ആ പറഞ്ഞ അഴുവി ഇരുന്നത്. അതുകൊണ്ട് നമുക്കിനി ആ ഭാഗം നമുക്കിനി എന്തായാലും ജസ്റ്റ് റിപ്പോർട്ട് ചെയ്തെടുത്തുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ അതിൽ ഒച്ചോ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അതിനൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കളയുക. പിന്നെ നമുക്കിനി ഫംഗിസൈഡ് എടുത്തിട്ടുണ്ട്. ഇത് ഒടിഞ്ഞു പോയ ഭാഗത്ത് നമ്മൾ ഫംഗിസൈഡ് ജസ്റ്റ് ഞാനിപ്പോൾ ഫംഗിസൈഡിന് അവിടെ നിന്ന് നല്ല രീതിയിൽ കൊടുക്കുന്നു. പിന്നെ നമ്മൾ ചെടിയെ കട്ട് ചെയ്ത് മാറ്റുന്നതെങ്കിൽ നമുക്ക് ഈ ചെടിയെ നമുക്ക് 2-3 ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് പതുക്കെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ടച്ച് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 പ്ലാന്റായിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. വേരും കൂടെ ഉള്ള രീതിയിൽ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. വേരില്ലെങ്കിൽ പൊടിച്ചു കിട്ടാൻ പാടാണ്. ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത മെത്തേഡിൽ നമുക്ക് 2നും വേര് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ചില വേരൊക്കെ കുരുങ്ങിയിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനൊന്ന് അറുത്ത് മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പ്ലാന്റായിട്ട് അങ്ങനെ മാറ്റി അതിനെ തന്നെ. അപ്പോൾ ഇതൊരു വലിയൊരു പ്ലാന്റാണ്. നമ്മൾ മദർ പ്ലാന്റാണ് ഇവിടെ താഴെ ഇരിക്കുന്നത്. അടുത്തൊരു പ്ലാന്റ് ഇതാണ് ഈ വലിയ പ്ലാന്റ്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ആ വലിയ പ്ലാന്റിനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ ഇനി നമ്മൾ ഫംഗിസൈഡ് ജസ്റ്റ് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കിയെടുത്ത ഭാഗം നേരത്തെ ഒരു കുഞ്ഞ് തൈയിരുന്ന ഭാഗത്ത് 2 ഭാഗത്തും ഫംഗിസൈഡ് നല്ല രീതിയിലൊന്ന് പറ്റിച്ചു കൊടുക്കുക. ഫംഗിസൈഡ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ വീണ്ടും വീഴുമ്പോൾ ആ ഭാഗത്തിരുന്ന് അഴുകി പോകാൻ നല്ല ചാൻസ് കൂടുതലാണ്. ഫംഗിസൈഡ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊരു പ്ലാന്റ് റിപ്പോർട്ട് ചെയ്താലും കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഫംഗിസൈഡ് ആഡ് ചെയ്യുന്നത് വളരെ ബെറ്ററാണ്. ഇപ്പോൾ പ്ലാന്റ് നമുക്ക് ഏകദേശം ഒരു 99% നമുക്ക് പ്ലാന്റിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ഫംഗിസൈഡൊക്കെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഇത്രയും വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണലാണ്. മണലും നമ്മളിതിൽ ചകിരിച്ചോറ് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. ചകിരിച്ചോറ്, പിന്നെ അതുപോലെ കരിക്കട്ട, പിന്നെ മുട്ടത്തോട്, ഇത് ഇത്രയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത സംഭവമാണ്. അതിനെയാണ് നമ്മൾ അടുത്ത് നമ്മൾ ഈ വേരിൻ്റെ ബാക്കി ഭാഗത്തോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കതിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്ലാന്റൊക്കെ ഒന്നിൽ നട്ടാൽ മതി. എങ്കിൽ മാത്രമേ അടുത്ത് വീണ്ടും ഇതിൽ പുതിയ തൈകളൊക്കെ വരാനുള്ള സ്പേസും ഒക്കെ കിട്ടും ചെടിച്ചട്ടിയിലായതുകൊണ്ട്. പിന്നെ ഇത് പൂക്കാനൊക്കെ ഏറ്റവും ബെറ്റർ നമ്മളിപ്പോൾ സാധാരണ എല്ലാ പ്ലാന്റ്സിനെ പോലെ തന്നെ പൂക്കാൻ വേണ്ടി ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒരു പ്ലാന്റൊക്കെ വെച്ച് നട്ട് കഴിഞ്ഞാൽ ഫാസ്റ്റ് ഫ്ലവറിങ് കിട്ടും. ഫ്ലവറിങ്ങിൻ്റെ ഒരു നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നമ്മൾ ഒരു പ്ലാന്റൊക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് മാറ്റുക. കുറേ പ്ലാന്റ് ഒരുമിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ഫ്ലവറിങ് കിട്ടും. അപ്പോൾ ഫ്ലവറിങ് കിട്ടേണ്ട ഒരു നാച്ചുറലായിട്ടുള്ള ടിപ്പ് ഇതും കൂടെ ഇത് തന്നെയാണ്. ഒത്തിരി പ്ലാന്റായിട്ട് ക്രൗഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഫ്ലവറിങ് ഒന്നും ഒരിക്കലും കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ നമ്മളൊക്കെ നടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും കിഴങ്ങ് ഫുള്ളങ്ങ് അടിയിൽ പോകാൻ വേണ്ടി ഇത്രയും ഭാഗത്തൊക്കെ മണ്ണിടാൻ വേണ്ടി ചിലർ ശ്രമിക്കാറുണ്ട്. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഈ ഗ്രൗണ്ട് ഓർച്ചിഡ് വന്നിട്ട് നമ്മൾ ഈ ഡോവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ബൾബ് വന്നിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കണം. വേര് വരുന്ന ബാക്കി ഭാഗം മാത്രം അടിയിൽ വെച്ചിട്ട് ബാക്കി ഇങ്ങനെ നിന്നാൽ മാത്രമേ ആ പ്ലാന്റിന് നിൽക്കാൻ പറ്റൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ബാക്കി ഭാഗത്ത് നമുക്കിനി ചകിരിയുടെ ഒരു ലെയറാണ് നമ്മൾ ആഡ് ചെയ്യുന്ന കൊടുക്കാൻ പോകുന്നത്. എന്നാലും കൂടുതൽ ബൾബിൻ്റെ അങ്ങ് പൊങ്ങിപ്പോകാൻ പാടില്ല. ആ ഒരു ലെവലിൽ നമ്മളിങ്ങനെ ബാക്കി നമുക്ക് ചകിരി നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള ചകിരി നമുക്ക് ഇതിലോട്ട് ബാക്കി തൊണ്ടിൻ്റെ നമ്മളടുത്ത ഈ ലെയർ ഇതുപോലെ തന്നെ അങ്ങ് ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ പ്ലാന്റ് കറക്റ്റായിട്ട് നിൽക്കുകയും കൂടെ ചെയ്യും.
നല്ല അല്പം നല്ല പ്ലാന്റ് അങ്ങോട്ട് ഇങ്ങനെ ചരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു താങ്ങും കൂടെ സൈഡിലൊന്ന് കൊടുത്തിരിക്കാം നമുക്ക്. അല്ലാതെ നമ്മൾ ഫുള്ള് മണ്ണൊന്നും ഇട്ട് ഈ പ്ലാന്റിൻ്റെ ബൾബിനെ അങ്ങ് മൂടി വെച്ച് കളയരുത്, എങ്കിൽ പ്ലാന്റ് നശിച്ചു പോകും, ഉറപ്പായിട്ട് നശിച്ചു പോകും. പിന്നെ ഈ റീപോർട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ 2 ആഴ്ചയെങ്കിലും ഇതിന് നമ്മളിനി തണലത്തോട്ട് വച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിതിന് സാധാരണ ഈ പ്ലാന്റൊക്കെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ അല്പം ഒരു വെയിലുള്ള പ്ലേസിലൊക്കെ വയ്ക്കേണ്ടത്. ഇതിന് അല്പം വെയിലാക്കിയിരിക്കുന്ന പ്ലാന്റാണ്. വെയിലുള്ള സ്ഥലത്ത് വയ്ക്കേണ്ടത് 2 ആഴ്ച കഴിഞ്ഞ് പ്ലാന്റ് അല്പം ഒന്ന് പൊടിച്ചതിന് ശേഷം മാത്രമേ നമ്മളിതിനെ വെയിലത്തോട്ടും അല്ലെങ്കിൽ മഴ കൊള്ളുന്ന സ്ഥലത്തോട്ട് വയ്ക്കാവൂ. അതിന് മുന്നേ തന്നെ മഴയുള്ള സ്ഥലത്തൊന്നും വയ്ക്കാൻ പാടില്ല. സൺസൈഡോ അല്ലെങ്കിൽ മഴയൊന്നും നനയാത്ത അത്ര വെയിലൊന്നും അടിക്കാത്ത പ്ലേസിൽ, ഒരു ഷെയ്ഡായിട്ടുള്ള പ്ലേസിൽ തന്നെ നമ്മൾ അത്രയും ദിവസം കെയർ ചെയ്ത് കൊണ്ടുപോകുക. 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പ്ലാന്റിനെ മാറ്റി വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ഡോവർച്ചിഡാണ് ഇത്. പിന്നെ ഇതുപോലെ ഒത്തിരി തരത്തിലുള്ള വാട്ടർ പ്ലാന്റ്സ്, ഒത്തിരി പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. എൻ്റെ വാട്സപ്പ് കോൺടാക്ട് നമ്പരും അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ കാറ്റലോഗ്, വാട്സപ്പിൽ എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ടെന്നുള്ള എൻ്റെ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടിൻ്റെ കാറ്റലോഗ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പിന്നെ സ്ട്രോബെറി അതുപോലുള്ള പലതരത്തിലുള്ള പ്ലാന്റ്സും നമ്മുടെ കയ്യിലുണ്ട്, ഓർണമെൻറ്റൽ പ്ലാന്റ്സ്. പിന്നെ പലതരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ അയക്കുന്ന ബൾബ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്, ഇതുപോലത്തുള്ള ബൾബുകളാണ് നമ്മൾ അയക്കുന്നത്. ബൾബും പിന്നെ ആവശ്യമുള്ളവർ പറയുന്ന രീതിയിൽ നമ്മൾ ഇതുപോലത്തെ വലിയ പ്ലാന്റ് അയക്കും. വലിയ പ്ലാന്റ് നമ്മൾ ഇതുപോലത്തെ വലിയ പ്ലാന്റ് അയക്കുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കൊറിയർ ചാർജ് ആവും. പിന്നെ ബൾബ് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഇതിരിക്കുന്ന ഇതേ ബൾബല്ല നമ്മൾ അയക്കുന്നത്. അത് ഞാൻ ഫോട്ടോ ചോദിക്കുന്നവർക്ക് അപ്പോൾ ഏത് പ്ലാന്റാണ് അവൈലബിൾ അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത് കസ്റ്റമറിൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ബൾബെങ്കിലും ആയിരിക്കും നമ്മൾ അയക്കുന്നത്, അല്ലാതെ ചെറിയ ബൾബോ ചെറിയ പ്ലാന്റോ അല്ല. നമ്മൾ ക്യാഷൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആ സമയത്ത് ഓരോ സമയത്തും പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് ക്യാഷൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് ഡോവർച്ചിഡിൻ്റെ കെയറിന് റീപോർട്ടിങ്ങും അതിൻ്റെ ഫ്ലവേഴ്സ് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഗ്രൗണ്ട് ഓർച്ചിഡൊക്കെ ജസ്റ്റ് അതിൻ്റെ കൂടെ കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ആരും സൈനിങ് ഔട്ട്.